നമസ്കാരം. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ LPG ഗ്യാസ് കണക്ഷന്റെ KYC അഥവാ മസ്റ്ററിംഗ് എങ്ങനെ ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നെറ്റ് കണക്ഷനുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ കൊണ്ട് വളരെ വേഗം വെറും 10 മിനിറ്റിനുള്ളിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. അതിനായി നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം നിങ്ങളുടെ LPG ID കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. 2 ഇന്ത്യൻ ഓയിൽ 1 എന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. 3 ആധാർ ഫേസ് RD എന്ന മറ്റൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം മസ്റ്ററിംഗ് നടത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ആദ്യം LPG ID കണ്ടുപിടിക്കാൻ പോവുകയാണ്. ചില ബുക്കുകളിൽ LPG ID എഴുതിയിട്ടുണ്ട്, എന്നാൽ മറ്റു ചില ബുക്കുകളിൽ അത് കാണാനില്ല. മനസ്സിലാക്കുക, ഇതൊരു 16 ഡിജിറ്റുള്ള നമ്പറാണ്. ഈ നമ്പർ ഒരുപക്ഷെ നിങ്ങളുടെ ബുക്കിലില്ലെങ്കിൽ ഇനി പറയുന്ന രീതിയിൽ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിനായി നമ്മൾ ആദ്യം ഗൂഗിളിലേക്ക് പോവുകയാണ്. ഗൂഗിളിൽ നമ്മൾ മൈ LPG ID എന്ന് ടൈപ്പ് ചെയ്യുന്നു. അവിടെ വരുന്ന ഫൈൻഡ് യുവർ LPG IDയിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ എന്ന് പറയുമ്പോൾ ഗ്യാസ് ഏജൻസിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ. ആ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച ഉണ്ട്, ഐ ആം നോട്ട് എ റോബോട്ട്. അത് നമ്മൾ അവിടെ ഒരു ടിക്ക് ബോക്സ് ആണ്, ആ ടിക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്തു. താഴെ പ്രൊസീഡ് എന്നൊരു ബട്ടണുണ്ട്, ആ പ്രൊസീഡ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ള ആ വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു, കൺഫർമേഷൻ മെസ്സേജാണ്. നമ്മുടെ LPG ID 16 ഡിജിറ്റുള്ള LPG ID, അതിൽ 17 ഡിജിറ്റ് ഉണ്ടാകും. അതിൽ ആദ്യത്തെ ആ 3 എന്ന് പറയുന്നത് കോമൺ ആണ്. ബാക്കി ഉള്ള ആ 16 ഡിജിറ്റാണ് നമ്മുടെ ആക്ച്വലായിട്ടുള്ള LPG ID എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയി ഇന്ത്യൻ ഓയിൽ 1 എന്ന് ടൈപ്പ് ചെയ്തു. ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇന്ത്യൻ ഓയിൽ 1 ഇൻസ്റ്റലേഷൻ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് വേണ്ടുന്ന പെർമിഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതെല്ലാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് ഇതെല്ലാം അറിയാവുന്നതാണ്. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പാണ് നമ്മൾ തൽക്കാലം ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ ഓൺലി ദിസ് ടൈം ഉപയോഗിക്കാം. ഞാനിവിടെ വൈൽ യൂസിങ് ദ ആപ്പ് ക്ലിക്ക് ചെയ്തു. അടുത്ത വിൻഡോ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ 1ൻ്റെ ഹോം പേജ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നമ്മളുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം. ഇനി നമുക്ക് ആധാർ ഫേസ് RD എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. പ്ലേ സ്റ്റോറിൽ പോകുന്നു, ആധാർ ഫേസ് RD എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ആധാർ ഫേസ് RD വന്നിരിക്കുകയാണ്. നമ്മളതിനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പെർമിഷൻ ഇതിൻ്റെ ലാസ്റ്റിലാണ് കൊടുക്കുന്നത്, മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറയുന്ന ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ 1ൻ്റെ ഹോം പേജ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ആ 3 വരകൾ, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, ടോപ്പിൽ കാണുന്ന ആ 3 വരകൾ, അതിന് നമ്മൾ ടച്ച് ചെയ്തു. അപ്പോൾ വെൽക്കം ഗസ്റ്റ് ലോഗിൻ ഓർ സൈനപ്പ് എന്ന് കാണുന്നുണ്ട്. നമ്മളവിടെ സൈനപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി രജിസ്ട്രേഷൻ നടപടികൾ നടത്തുന്നതിന് ആദ്യം നമുക്ക് രജിസ്ട്രേഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്, രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി വരുന്നത് ഒരു രജിസ്ട്രേഷനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇത്രയും കൊടുക്കണം. മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയാണ്. അതിനുശേഷം ഐ എഗ്രി എന്നുള്ള ആ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഒരു പാസ്വേഡ് കൊടുക്കാനുള്ളതാണ്. അതിനു മുമ്പ് ഒരു OTP വരും. ആ OTP നമ്മൾ അവിടെ എൻ്റർ ചെയ്യുകയാണ്. ഇനി നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ പാസ്വേഡിന് ചില കണ്ടീഷൻസ് ഉണ്ട്. 8 ക്യാരക്ടേഴ്സ് ഉണ്ടാകണം, ഒരു നമ്പർ മിനിമം ഉണ്ടാകണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാകണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാകണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. ഇതിന് കുറച്ച് സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമ്മൾ OK കൊടുത്തു. OK കൊടുത്തപ്പോൾ
നമ്മൾ ഈ പുതുതായിട്ടുണ്ടാക്കിയ ലോഗിൻ ഐ ഡിയും പാസ്വേഡും, ലോഗിൻ ഐ ഡി വേറൊന്നുമല്ല നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ്. ആ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ പേര് സഹിതമുള്ള ഒരു പേജാണ് വന്നിരിക്കുന്നത്. പേര് ഞാൻ മാസ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിങ്ക് മൈ LPG ID എന്നൊരു പോർഷൻ കണ്ടല്ലോ, ലിങ്ക് മൈ LPG ID, അത് നമ്മൾ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് വന്നു. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ 16 ഡിജിറ്റുള്ള LPG ID എൻ്റർ ചെയ്യുകയാണ്. അവിടെ മനസ്സിലാക്കുക 3 എന്ന് പറയുന്ന കോമൺ ആയതുകൊണ്ട് ബാക്കി 16 എണ്ണം നമ്മൾ എൻ്റർ ചെയ്താൽ മതി. ഇനി നമ്മൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുകയാണ്. സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആവുന്നത്. ഇവിടെ കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പേരുണ്ട്, നമ്മുടെ LPG ID ഉണ്ട്, മൊബൈലുണ്ട്, നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ഏജൻസി ഉണ്ട്. ഇത് കറക്റ്റ് ആണെങ്കിൽ യെസ് ഇറ്റ് ഈസ് കറക്റ്റ് എന്ന് കൊടുക്കുക. അപ്പോഴും ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരുന്നുണ്ട്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തു. ഇനി ഡൺ ആണ് ചെയ്യുന്നത്. ഡൺ കൊടുത്തു. അപ്പോൾ ഒരു മെസ്സേജ് വന്നു, കൺഫേംഡ്. നിങ്ങളുടെ റിക്വസ്റ്റ് ഫോർ ലിങ്കിങ് LPG ഹാസ് ബീൻ കൺഫേംഡ്. ഇനി നമ്മൾ ലോഗിൻ ചെയ്യാനാണ് അവർ പറയുന്നത്. യു നീഡ് ടു ലോഗിൻ. നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ ആ പേജിലേക്ക് വന്നു. വീണ്ടും നമ്മൾ ആ 3 വരകളിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ലോഗിൻ ചെയ്യാനുള്ള ഒരു പോർഷനാണ് കാണുന്നത്. അവിടെ നമ്മൾ പ്രസ് ചെയ്തു. ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മൊബൈൽ നമ്പറും നമ്മളുണ്ടാക്കിയ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്തു. ഇനിയാണ് നമ്മുടെ പ്രൊഫൈൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. വീണ്ടും ആ 3 വരകളിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ മൈ പ്രൊഫൈൽ എന്ന് കാണാം. ഈ മൈ പ്രൊഫൈൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ KYC എന്ന് കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഡിക്ലറേഷനാണ് വരുന്നത്. അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ആ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുകയാണ്. ഇപ്പോഴാണ് ഫേസ് സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മുഖം സ്കാൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ അതിൻ്റെ പെർമിഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനിഷ്യലൈസേഷൻ വന്നു. ഇവിടെ നമ്മൾ ചെക്ക് ബോക്സ് ഉണ്ട്, അത് നമ്മൾ ടിക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ സെൽഫി മോഡിലായിരിക്കും. നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ നമ്മൾ സെൽഫി മോഡിൽ തന്നെ എടുക്കുക. മറ്റൊരാളുടെ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ നേരെ ക്യാമറ തിരിച്ചു വെച്ചതിന് ശേഷം ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കണ്ണ് നന്നായി തുറക്കുക, നന്നായി ഇറുക്കി അടയ്ക്കുക. കണ്ണ് ചിമ്മിപ്പോയാൽ മാത്രം പോരാ, നന്നായി തുറന്നു വെച്ചതിന് ശേഷം നന്നായി അമർത്തി അടയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിരിക്കും. അവിടെ മെസ്സേജ് വന്നു, ഇമേജ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി പ്രോസസ്സിംഗ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നമ്മുടെ കസ്റ്റമർ ഡീറ്റെയിൽസ് വരുന്നൊരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കൺഫേംഡ്. ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജ് കൺഫർമേഷൻ യുവർ KYC ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് വന്നിരിക്കുന്നത്. ഇതേ മെസ്സേജ് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ SMS ആയിട്ടും വരും. അപ്പോൾ ഇത്രയുമായപ്പോൾ നമ്മുടെ മസ്റ്ററിംഗ് ജോലികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പരമാവധി ആൾക്കാർക്ക് പ്രയോജനപ്പെടും വിധം ഇതൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.